നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീമതി രമ MLA, വന്യനായ പെരേര അച്ഛൻ, സ്നേഹമുള്ള ഉമേഷ് ബാബു, നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട ശരത്ചന്ദ്രൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് പറയട്ടെ, ഈ ഒരു ചെറിയ വലിയ യോഗത്തിന് വേണ്ടി മാത്രം 200 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന ആളാണ്. വേറൊരു പരിപാടി ഇരിക്കില്ല. ഇത് കഴിയുമ്പോൾ ഞാൻ ചാടി വണ്ടിയിൽ കയറുന്നു, തിരിച്ച് ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്നു. എന്നെ ഇവിടെ എത്തിച്ചത് നമ്മോടൊപ്പം ഇപ്പോൾ ഇല്ലാത്ത VS എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിലുള്ള എൻ്റെ വിശ്വാസവുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ അന്ത്യയാത്രയായിരുന്നു. അതിനടുപ്പിച്ചൊരു യാത്ര എന്ന് പറയാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടിയുടേതാണ് അന്ത്യയാത്ര. പക്ഷെ VSന്റെ അന്ത്യയാത്ര ആലപ്പുഴ നഗരം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ഏകദേശം 5 ലക്ഷത്തോളം ആളുകളാണ് അവിടെ സമ്മേളിച്ചത്. അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത, മിണ്ടിയിട്ടില്ലാത്ത, വ്യക്തിപരമായ അടുപ്പമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാവിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ കൈകോർത്തി അർപ്പിക്കുന്നത് കാണാൻ എളിയവനായി എനിക്ക് കഴിഞ്ഞു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നത്. ഞാൻ ഒളിച്ചു വെക്കാതെ പറയട്ടെ, എനിക്ക് അദ്ദേഹമായിട്ടുള്ള ബന്ധം 1980 മുതലാണ്. ഞാൻ പൂഞ്ഞാറിലെ MLA ആയി ഇവിടെ വന്നപ്പോൾ 7 പ്രാവശ്യം ആ നാട്ടുകാർ എന്നെ MLA ആക്കി. എനിക്ക് അവരോട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ആ നാടാണ് VSനെ പോലീസിന്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചത്. അദ്ദേഹം ഒളിച്ചിരിക്കാൻ വേണ്ട, അദ്ദേഹം മാത്രമല്ല, EK നയനാർ ഒളിജീവിതം പൂഞ്ഞാറിലായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചുള്ള ഒരു നാട് എന്ന നിലയിലാണ് അവരെല്ലാവരും അവിടെ വന്ന് ഒളിച്ചു താമസിച്ചത്. VS പൂഞ്ഞാറിലുള്ള വാലാലിക്ക് കുടുംബത്തിൽ പുരുഷോത്തമൻ സാറിന്റെ, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, 98 വയസ്സായി, വീട്ടിലാണ് വന്ന് ഒളിച്ചു താമസം. അദ്ദേഹം രാവിലെ 5 മണിക്ക് ഏറ്റ് കുളിക്കുക എല്ലാ ദിവസവും. ഒരപരിചിത ഇങ്ങനെ തോട്ടിലിറങ്ങി കുളിക്കുന്നത് കണ്ടപ്പോ ജനങ്ങൾക്ക്, അയൽവാസികൾക്ക് സംശയം തോന്നി. അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് ഒളിച്ചിരുന്നു. ഇദ്ദേഹത്തെ കൈയോടെ പിടുത്തം വീണു. അവിടെ മുതൽ പാലായിലാണ് അന്നത്തെ പോലീസ് സ്റ്റേഷൻ. അവിടം വരെ VSനെ കൈ പുറകിലോട്ട് കെട്ടി ഭീകരമായി മർദ്ദിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത് പോലീസ് ഓഫീസർമാർ. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനുള്ള അനുഭവം ഇതാണെന്ന് ജനങ്ങൾ അറിയണമെന്ന ലക്ഷ്യത്തോടുകൂടി പോലീസുകാർ ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു. ഞാൻ MLA ആകുന്നതിന് മുമ്പ് തന്നെ ഈ ചരിത്രമൊക്കെ പഠിച്ചിരുന്നുകൊണ്ട് ഈ വലിയ മനുഷ്യനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് MLA ആയപ്പോൾ ഞാൻ വന്നു കണ്ട ഏറ്റവും വലിയ നേതാവ് VS ആണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹത്തെ കാലിൽ ബയണറ്റ് കൊണ്ട് കുത്തി പാടുണ്ട്, കുത്തി കയറ്റിയിട്ടുണ്ട് എന്ന് പോലീസ് ഓഫീസർമാരെന്ന് മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഖാവേ, കാലിൽ ബയണറ്റ് കൊണ്ട് കുത്തി എന്ന് പറഞ്ഞ് ശരിയാവും? എടോ, അത് താൻ ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഇത് കണ്ടോ എന്ന് പറഞ്ഞ് നേരെ കസേരയിൽ നേരെ എനിക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അദ്ദേഹം കാലെടുത്ത് കസേര വെച്ച് നോക്കിയപ്പോൾ കാലിൽ ആ ബയണറ്റ് കുത്തിയ പാടുണ്ട്. അങ്ങനെ എന്റെ നാട്ടിൽ വെച്ചാണല്ലോ ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട നല്ലവനായ സഖാവിന് ഭീകരമായ മർദ്ദനവും ബയണറ്റ് കുത്തിക്കെട്ടിയുള്ള അപകടമൊക്കെ ഉണ്ടായത് ഭീകരമായ അക്രമമുണ്ട് എന്ന ചിന്തയാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നാൻ ഇടയാക്കിയ സാഹചര്യം. ഞാൻ അദ്ദേഹത്തെ പ്രതിപക്ഷം എന്തായാലും വെച്ച് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഷാജഹാൻ ഉണ്ടായിരുന്നു.
ഞാൻ അദ്ദേഹത്തിനടുത്ത് ആദ്യം മൂന്നാർ ഞാൻ ഒരു കത്ത് കൊടുത്തു. സഖാവെ, മൂന്നാർ എന്നാണ് പേര്, മൂന്നാറുള്ളതുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ ഒരാറേ കാണാനുള്ളൂ, ബാക്കി രണ്ടാറേ അവിടെ പോയി നിന്ന് പരിശോധിക്കണമല്ലോ എന്ന് പറഞ്ഞു. VS നോക്കട്ടോ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇന്ന ദിവസം മൂന്നാറിന് പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സഖാവ് VS-നോടൊപ്പം ഞാൻ മൂന്നാർ എത്തുന്നു. ഷാജഹാനുണ്ട്. അവിടെ ചെന്ന് കണ്ടു എന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബോർഡുണ്ട്, സ്ഥലമില്ല വേറെ ആമ്പിളുടെ കയ്യിൽ, അതൊക്കെ തിരിച്ചെടുത്തു. അങ്ങനെ ഇന്നിപ്പോ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് സ്ഥലം വന്നത്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിലേക്ക് സ്ഥലം വന്നതൊക്കെ ഞങ്ങൾ അന്ന് യാത്ര ചെയ്തപ്പോൾ VS പിടിച്ചു തിരിച്ചു കൊടുത്തതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മതികെട്ടാൻ മല. എന്റെ നാട്ടുകാർ കൊയ്ഞ്ഞാറിനുള്ള ചില ആളുകൾ ഉൾപ്പെടെ അഹങ്കരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ 200 ഏക്കർ കയ്യേറി, 300 ഏക്കർ കയ്യേറി. ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലമാണ്. VS-ന് അടുത്ത് കൊണ്ടുപോയി ഞാൻ എഴുതി കൊടുത്തു, സഖാവെ, ഇങ്ങനെ മതികെട്ടാൻ ഒരു സ്ഥലത്ത് ഇത്രയാത്രം ഭൂമി കയ്യേറ്റം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്, പേര് വെച്ച് ഞാൻ പറഞ്ഞു. എഴുതി കൊടുക്കാൻ ഞാൻ എഴുതി കൊടുത്തു. അതിന് 2-3 ദിവസം കഴിയുമ്പോൾ VS വിളിച്ചു, എടോ നമുക്ക് മതികെട്ടാൻ പോയി കളയാമോ? അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മതികെട്ടാൻ മലയിൽ പോകാനായിട്ട് ഞാൻ ചെന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ പോയത്. എനിക്ക് അല്പം തോന്നുന്നു, അദ്ദേഹത്തൊക്കെ എത്രയോ ചെറുപ്പമാണ് ഞാൻ. പക്ഷെ അദ്ദേഹം മുണ്ട് പൊക്കി പിടിച്ച് നേരെ നടന്ന് കയറുക. ഭയങ്കര മലയാണ്. ഞാൻ മടുത്ത് ഒരു മരുന്നച്ചാരിയിൽ ഇരിക്കുക കതച്ച്. ഒരു 10-30 അടികൾ ചെന്നതായിട്ട് VS തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. ഉടനെ പുള്ളി അതിനെ വെച്ച്, വാടോ ഇത് നാണക്കേടാണെന്ന് പറയും. ഞാൻ നാണക്കേടാണോ കൊണ്ട് ഓടി അദ്ദേഹത്തിന് ഒപ്പം എത്തി. ആ മതികെട്ടാൻ മല 1000 കൂടുതൽ ഏക്കർ സ്ഥലമാണ് കയ്യേറിയിരുന്നത്. അത് മുഴുവൻ നോക്കി കണ്ടു എന്ന് മാത്രമല്ല, അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി 1000 ഏക്കർ സ്ഥലവും തിരികെ പിടിച്ചു. അവിടെ കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചത് വലിയ കയ്യേറ്റക്കാരെ, പേരൊന്നും പറഞ്ഞ ആരെയും അപമാനിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എല്ലാവരും അടിച്ചോടും ഒഴിവാക്കി സർക്കാരിന്റെ പുറത്താക്കി. ഇന്നും അത് വലിയ വന മേഖലയായി തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വേറൊരു ദിവസം ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ്, എൻ്റെ വീട് പൂഞ്ഞാറാണെന്ന് പറഞ്ഞാൽ പീരിമേടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് കൊച്ചിന്റെ ഉടുപ്പെല്ലാം മാറ്റിയപ്പോ ഷഡ്ഡി എടുത്തിങ്ങനെ പൊക്കി എണ്ണുക. അത് അന്ന് വലിയ വാർത്തയായിരുന്നു. 9 ദ്വാരം ആ ഷഡ്ഡിയിലുണ്ട്. ഒരു കുഞ്ഞ്, പാവപ്പെട്ട കുഞ്ഞ് ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഇത് കൂടുതൽ പറയണ്ടല്ലോ. പട്ടിണി കിടന്നിട്ടാണ് ആ കുഞ്ഞ് മരിച്ചത്, ആത്മഹത്യ ചെയ്തത്. ഇത് ഞാൻ വന്ന് VS-ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. പോയേക്കാന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു, പോവുകയാണ്, ഞാൻ വരുന്നത് താൻ മുണ്ടക്കയത്ത് കണ്ടേക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കാണും. അപ്പൊ VS പറഞ്ഞു, തന്നെ മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഒരു ലോറി അരി ഉണ്ടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തമാശ, ഞാൻ ഒരു ലോഡിൽ അരി കൊണ്ടുവരാം, സാർ എത്ര കൊണ്ടുവരും, ഞാനും ഒരു ലോഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ അവിടെ പോയി, ആ വീട്ടിൽ പോയി. ഇത് മാത്രമല്ല, പ്രദേശത്ത് പട്ടിണി കിടക്കുന്ന എല്ലാ റോഡിലൂടെ മുഴുവൻ നടന്ന് വാഗമണ്ണ് വരെ നടന്നു ആ പോക്ക്. അന്ന് അദ്ദേഹത്തോടൊപ്പം പോയപ്പോ എനിക്ക് എന്റെ അനുഭവം ഓർക്കാണ്. വാഗമണ്ണിലെത്തി കുടുംബങ്ങൾ മുഴുവൻ 5 കിലോ അരി വെച്ച് കൊടുത്താ പോയത്. വാഗമണ്ണിലെത്തിയപ്പോ സ്കൂളിൽ കയറിയപ്പോ കുഞ്ഞുങ്ങൾക്കൊന്നും യൂണിഫോം ഇല്ല. ആ കുഞ്ഞുങ്ങളെല്ലാം VS-ന്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. VS എന്നെ മുഖത്ത് നോക്കി, യൂണിഫോം കൊടുത്തേക്കാൻ പറഞ്ഞു. അതെങ്ങനെ കൊടുത്തു എന്നുള്ള ഞാൻ ഇവിടെ പറയുന്നത്. മുഴുവൻ പേർക്കും 2 ദിവസത്തേക്ക് 700ഓളം പിള്ളേർക്ക് അന്ന് യൂണിഫോം കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ കൊടുത്തു എന്ന് പറയാൻ നിർബന്ധമുണ്ടോ? പുള്ളി ഓർഡർ ഇട്ടിരിക്കെ ജോർജ് അവിടെ യൂണിഫോം തരുമെന്ന് പറഞ്ഞു. ഞാൻ ഈരാറ്റ് വിട്ടത് ഇത്രയും പിള്ളേർ യൂണിഫോം എങ്ങനെ കൊടുക്കും നോക്കുമ്പോൾ ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. എന്റെ ഭാര്യയ്ക്ക് അവിടെ ഈ തയ്യൽക്കട, സ്വർണ്ണക്കട, എല്ലാത്ത കടുപിടി കടകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ജവളിക്കട എല്ലാം ഉണ്ട്. അവളെ കഴിയുന്ന ഈ ജവളി മുഴുവൻ യൂണിഫോം തന്നെ എടുത്ത് അവിടെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ സത്യ എന്റെ ഭാര്യയുടെ കയ്യിൽ തന്നെയാണ് എടുത്തു കൊടുത്തത്. ഞാൻ പറഞ്ഞത് അന്ന് വേറെ വലിയ സംഭവം ഉണ്ടായി. ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വന്നപ്പോ വാഗമൺ ടൗണിൽ ഒരു വലിയ കയ്യാരി, വലിയ ഭിത്തി. ഈ ഭിത്തിക്ക് അക്കരെയാണ് ഞങ്ങൾ നിൽക്കുന്നത്.
ഇതിന് ചാടി കിടക്കണം. അപ്പോ ഞാൻ VS എന്റെ മുഖത്തോട്ട് ഞാൻ വലിയ മര്യാദയാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ കഴിക്കുക, ഇതുകൂടെ തുറന്നാൽ ഇത് നമ്മുടെ ഇവിടെ നേരെ കട്ടപ്പനയ്ക്ക് വേറെ നല്ല ഡയറക്റ്റ് റോഡാകേണ്ടതാ, ഇതെടുത്ത് വെള്ളം കളയേണ്ടതാണെന്ന് പൊളിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആളെ കൊണ്ട് മുഴുവൻ പൊളിപ്പിച്ചു. ഇന്ന് വാഗമൺ കട്ടപ്പന റോഡ് എന്ന് പറയുന്നത് VS അന്ന് പൊളിച്ചു കളഞ്ഞ റോഡാണ്. ഇന്നും ശക്തമായ റോഡ് അവിടെ നിൽക്കുക. അതെല്ലാം അന്നും ഷാജഹാനുണ്ട്, ഞാൻ നല്ലോണം ഓർക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അങ്ങനെ വളരെയേറെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജീവിച്ച ഒരു വലിയ മനുഷ്യനാണ് VS. ഒരു സംശയം വേണ്ട, VSനെ പോലെ മറ്റൊരു നേതാവ് ഇനി ഉണ്ടായി വരും എന്ന് കരുതാൻ കഴിയില്ല. കാരണം അങ്ങനെ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പറയുന്നത് ശരിയാണോ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ പറയുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ വരുന്ന തലമുറയ്ക്ക് ഈയിനം സേവനത്തെ പറ്റിയോ ജനകീയ പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും ചിന്തയില്ല. അവർക്കെല്ലാം അവരവരുടേതായ കാര്യങ്ങളും മൊബൈൽ സംവിധാനവും ആ ഇടപാടുകളായി പോകുന്ന കാലഘട്ടമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് വളർന്നു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല. VS ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു കാര്യം ഞാൻ വിളിച്ചു വെക്കാൻ പറയാം. VSന്റെ അന്ത്യയാത്രയോടുകൂടി ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ അന്ത്യയാത്രയും ആയി അത് മാറി എന്ന സത്യം യാതൊരു സംശയമില്ലാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ ഉള്ളത് കമ്മ്യൂണിസം അല്ല. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, എന്നാൽ ക്യാപിറ്റലിസമാണ് പറയാൻ പറ്റില്ല. ആരെയും കുറ്റപ്പെടുത്തില്ല. പിണറായിസം ഉണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. എത്ര നാൾ പോകുന്നത്, എത്ര നാൾ ഇരിക്കും? പിണറായിസവുമായിട്ട് പിണറായി കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയമില്ല, ഉറപ്പിച്ചു പറയുന്നു. ഈ 9 വർഷം 10 വർഷം തേച്ചേക്കാം. അത് കഴിയുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിൽ നിന്ന് എന്നേക്കുമായി തൂത്തെറിയപ്പെട്ടിരിക്കും. ഒരു സംശയം വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേര് പറയാൻ ആള് കാണില്ല, പിണറായിയുടെ പാർട്ടി എന്ന് പറയാൻ ആള് കാണും. അതും ചുരുക്കമാകാനാണ് സാധ്യത. ഇവിടെ ഞാനതാണ് പറഞ്ഞത്, VS അന്ത്യയാത്ര എന്ന് VSന്റെ അന്ത്യയാത്ര എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യയാത്രയായി മാറി എന്നാണ് സത്യം. സത്യത്തിൽ കമ്മ്യൂണിസം ഇല്ലാതാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. തൊഴിലാളി വർഗ സർവാധിപത്യമാണ് കമ്മ്യൂണിസം. ഇപ്പൊ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയാൻ തൊഴിലാളി എവിടെയാണ്? തൊഴിലാളിയുടെ സർവാധിപത്യം ഇവിടെ ഉണ്ടോ? ഇവിടെ ഇപ്പോ അപ്പനും മരുമകനും സർവാധിപത്യം, അപ്പന്റെയും മകന്റെയും സർവാധിപത്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെല്ലാനാണ്? എവിടെ ചെന്നെത്തും? അതിലേക്ക് കടന്ന രാഷ്ട്രീയം കടന്നു പോകുന്നു എന്നുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ കടക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. പയ്യങ്കനായ നമ്മുടെ ഉമേഷ് ബാബുവിനെ സംസാരിച്ചപ്പോ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി നമ്മുടെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ആളെ വലിയ അഭിനന്ദിക്കുന്ന കേട്ടു. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അത് തർക്കപക്ഷയാക്കാനുള്ള വേദി അല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടുള്ള എന്റെ വിയോജിപ്പ്, അത് ഞാൻ വിയോജിപ്പ് പറയാതെ ഞാൻ പോയാൽ നാളെ പത്രക്കാരനോട് അന്ന് തന്നെ മിണ്ടാഞ്ഞെന്ന് ചോദിച്ചാൽ കുറ്റമാവില്ല. അതുകൊണ്ടാണ്, അല്ലെ ഇതും മിണ്ടാതെ പോയായിരിക്കും. അയാളൊരു മാന്യനാണെന്ന് ഇനിയെങ്കിലും അവരോട് പറയല്ലേ, ദൈവത്തെ ഓർത്ത്. കാരണം നമുക്കറിയാമല്ലോ ആൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണെന്നുള്ളതല്ലാതെ വോട്ട് കള്ളവോട്ടാണെന്നത്. അപ്പൊ കർണാടകത്തിൽ എങ്ങനെ കോൺഗ്രസ്സുകാർ ഭരിക്കുന്നത്? അവിടെ കള്ളവോട്ടില്ലായിരുന്നു. അതെന്താ മിണ്ടാത്തത്? തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ കള്ളവോട്ടിനെ പറ്റി പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് ആകാൻ അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കള്ളവോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇന്ത്യയില് തെളിയിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരും നടക്കുന്നത് ശരി. എനിക്ക് ഇവിടെ പറയാം ഇപ്പൊ എന്തും, പക്ഷേ അതിനൊരു കാര്യമില്ല. തെളിയിക്കാൻ കഴിയണം. അത് തെളിയിക്കാൻ പറ്റാത്ത ആരോപണങ്ങളുമായി നടക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഒരു അഭിപ്രായ വ്യത്യാസം ബാക്കിയില്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഞാൻ ചുരുക്കട്ടെ. VSനെ പറ്റി
ഇങ്ങനെ ഒരു യോഗം നടത്താനുള്ള സന്മനസ്സെങ്കിൽ കാണിച്ച ഈ സംഘാടകരോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 200 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ ചെറിയ സംസാരത്തിന് വേണ്ടി മാത്രം വന്നതാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ മകനെ കൂടെ ഒന്ന് വിളിക്കാൻ പറ്റുന്നു. കിട്ടി കൊടുത്തിട്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ, വരേണ്ടതായ എൻ്റെ അഭിപ്രായം. തീർച്ചയായും വരേണ്ടതായിരുന്നു. ഏതായാലും ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു മാതൃകയായി സ്വീകരിക്കാൻ രാഷ്ട്രീയ രംഗത്തുള്ള പൊതുരംഗത്തുള്ള ആളുകൾ തയ്യാറായാൽ ഈ കൊച്ചു കേരളത്തിന് അതൊരു വലിയ നേട്ടമായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്നെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി എന്നെ വിട്ടേക്കാവോ? എനിക്ക് 200 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ പോകട്ടെ. ആ യോഗത്തിൽ നിങ്ങളെ അച്ഛൻ സമ്മതിച്ചോ? ദൈവത്തിന്റെ സ്തോത്രം.